തെരഞ്ഞെടുപ്പ് തീയതി അടുക്കുന്നതോടെ കേരളം ആർക്ക് വോട്ട് ചെയ്യും എന്ന ചോദ്യം എല്ലാ കോണുകളിൽ നിന്നും ഉയരുകയാണ്. കേരളം എങ്ങനെ വോട്ട് ചെയ്യും എന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് എല്ലാവരും. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ രാഷ്ട്രീയ നിരീക്ഷകരുടെയും തെരഞ്ഞെടുപ്പ് വിദഗ്ധരുടെയുമൊക്കെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചാണ് ജനം വോട്ട് ചെയ്യുന്നത്. പലപ്പോഴും മാധ്യമങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന തരത്തിലല്ല ഫലം വരുമ്പോൾ കാര്യങ്ങളെന്ന് വ്യക്തമാകുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പ്രവചനാതീതമാണ് ഫലങ്ങൾ എന്നതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എങ്ങനെയായിരിക്കും എന്ന് അറിയാനുള്ള വലിയ ജിജ്ഞാസയിലും കൗതുകത്തിലുമാണ് കേരളം. ഏതായാലും വോട്ട് ചെയ്താലും പിന്നെയും അതിൻ്റെ ഫലമറിയാൻ കുറേ നാൾ കൂടി കാത്തിരിക്കേണ്ടി വരും എന്നതാണ് അതിലെ ഏറ്റവും വിഷമകരമായ കാര്യം. രാജ്യത്ത് മോദി തരംഗമുണ്ട് എന്നാണ് BJPയുടെ അവകാശവാദം. അത് കേരളത്തിലും ഉണ്ടാകും എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ കഴിഞ്ഞ തവണയുണ്ടായ UDF തരംഗം ഇത്തവണയും ആവർത്തിക്കും എന്നതാണ് UDF ക്യാമ്പിൻ്റെ ഒരു കണക്കുകൂട്ടൽ. കാരണം കഴിഞ്ഞ തവണ 19 സീറ്റിൽ ജയിച്ച UDFന് ഇത്തവണ അത് 20 ആക്കാൻ കഴിയും എന്നാണ് അവരുടെ ഒരു അവകാശവാദം. ഇങ്ങനെ രണ്ടുപേരും വലിയ പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി മറ്റൊരു നിലപാടുമായി രംഗത്തെത്തിയത്. സംസ്ഥാനത്ത് LDF തരംഗമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പോൾ ഏത് തരംഗമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് എന്നതാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായി ഉയരുന്നത്. ഏതായാലും കേരളത്തിൽ പലയിടങ്ങളിലും വാശിയേറിയ മത്സരമുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഏറ്റവും അധികം വിവാദങ്ങളിലും വാശിയിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് വടകര മണ്ഡലമാണ്. KK ശൈലജയും അതുപോലെ ഷാഫി പറമ്പിലും ഏറ്റുമുട്ടുന്ന വടകരയിൽ എന്ത് സംഭവിക്കും എന്ന് എല്ലാവരും കൗതുകത്തോടെ ഉറ്റുനോക്കുന്നു. എല്ലാ ദിവസവും അവിടെ നിന്ന് വിവാദങ്ങൾ അങ്ങനെ പൊങ്ങി വരികയുമാണ്. BJPയുടെ പ്രഫുൽ കൃഷ്ണയാണ് അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയായി ഉള്ളത്. വടകരയിൽ എന്ത് സംഭവിക്കും എന്നതിനൊപ്പം തന്നെ തൃശ്ശൂരും ഒരു പ്രധാന കേന്ദ്രമായി വരികയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമോ തോൽക്കുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ BJP കേന്ദ്രങ്ങളിൽ വലിയ സജീവമാണ്. അവിടെ തൻ്റെ വിജയം ഉറപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് നമ്മുടെ സുനിൽ കുമാർ. ഉള്ള വടകര മണ്ഡലത്തിൽ നിന്ന് അത് വിട്ട് തൃശ്ശൂരിലെത്തിയ K മുരളീധരന് എന്ത് സംഭവിക്കും? കരുണാകരയും മക്കളെയും എല്ലാ കാലത്തും ചതിച്ചിട്ടുള്ള ഇടമാണ് തൃശ്ശൂർ എന്നൊക്കെ പത്മജ വേണുഗോപാൽ തട്ടിവിടുന്നുണ്ടെങ്കിലും തനിക്കിവിടെ ജയിക്കാൻ കഴിയും എന്ന തികഞ്ഞ പ്രതീക്ഷയിലാണ് K മുരളീധരൻ ഉള്ളത്. സംസ്ഥാനത്ത് ഒട്ടനവധി വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇങ്ങനെ കത്തിപ്പടരുകയാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായി ഇപ്പോൾ BJP ക്യാമ്പിൽ ഉയർന്നു കേൾക്കുന്നത് നമ്മുടെ ഈ ഗണപതി വട്ടം പേരുമാറ്റ വിവാദമാണ്. സുൽത്താൻ ബത്തേരി എന്നത് ടിപ്പു സുൽത്താൻ്റെ പേര് ഓർമ്മിപ്പിക്കുന്നതാണെന്നും അങ്ങനെ ആയുധപ്പുരയായ സുൽത്താൻ ബാറ്ററി ഇനി അങ്ങനെ അറിയപ്പെടേണ്ട എന്നുമൊക്കെയാണ് BJPയുടെ നിലപാട്. അതൊരു വിവാദമായി അങ്ങനെ പുകഞ്ഞു നിൽക്കുന്നു. അതിന് മറുപടിയുമായി BJP വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി എന്ത് പറയും എന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അനിൽ ആൻ്റണിയെ പറ്റിയുള്ള വിവാദമാണ് മറ്റൊരു പ്രധാന വിഷയം. അതും സംസ്ഥാനത്ത് വലിയ തോതിൽ പുകയുകയാണ്. ദല്ലാൽ നന്ദകുമാർ എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഒരു വിവാദ കഥാപാത്രമായ TG നന്ദകുമാർ നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. അനിൽ ആൻ്റണി അതൊക്കെ നിഷേധിച്ച് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ പിന്നാമ്പുറത്ത് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ചർച്ചകൾ കേരളത്തിൽ എങ്ങോട്ടും എല്ലായിടത്തും തുടരുകയാണ്. മറ്റൊരു പ്രധാന വിഷയം ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ നികുതിയും സ്വത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തെറ്റായിരുന്നു എന്നൊക്കെയുള്ള ചില ആരോപണങ്ങളാണ്. ഏതായാലും ഇതിനൊക്കെ ശക്തമായ മറുപടി BJP കൊടുക്കുന്നുവെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത് ജനം എങ്ങനെ വിലയിരുത്തുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കണ്ടറിയാം. CPMനെ പിടിച്ചുലയ്ക്കുന്നത് ഈ ബോംബ് വിവാദമാണ്. വടകരയിൽ KK ശൈലജ മത്സരിക്കുമ്പോൾ പാനൂരിൽ പൊട്ടിയ ബോംബ് തനിക്ക് നേരെയുള്ളൊരു ആക്രമണത്തിൻ്റെ കോപ്പുകൂട്ടലായിരുന്നു എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. അത് പ്രാദേശികമായ തലത്തിൽ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള ഒരു കുടിപ്പകയുടെ ഭാഗമായി വന്ന ഒരു ബോംബ് നിർമ്മാണമാണ് എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. അവിടെ രണ്ട് ഗ്യാങ്ങുകൾ ഉണ്ടായിരുന്നതും അതിൽ ഒരു ഗ്യാങ്ങിനെ പിന്തുണയ്ക്കുന്നത് DYFI ആണെന്നും മറു ഗ്യാങ്ങിനെ പിന്തുണയ്ക്കുന്നത് RSS BJP ശക്തികളാണെന്നും ഒക്കെ പോലീസ് പറയുന്നു. കുയിമ്പിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ നടന്ന അടിയുടെ ഭാഗമായാണ് പിന്നീട് സംഘർഷം
സാധ്യത അവിടെ ഉണ്ടായത് എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. അതിനെ തുടർന്നാണ് ഈ ബോംബ് നിർമ്മാണമെന്നും അവിടെ ഉണ്ടായ അടിക്ക് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ഈ സംഘം ബോംബ് നിർമ്മിച്ചത് എന്നുമൊക്കെയാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ഏതായാലും ഡിവൈഎഫ്ഐ നേതാക്കൾ അറസ്റ്റിലായത് CPMനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കി. ആ കാര്യം തങ്ങൾക്കറിയില്ലെന്നും അത് ഡിവൈഎഫ്ഐയോട് തന്നെ ചോദിക്കണം എന്നുമാണ് നമ്മുടെ ഗോവിന്ദൻ മാഷ് പറയുന്നത്. മറ്റൊരു വലിയ പ്രശ്നം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഈ പല ആളുകൾക്കും പണം നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നത് വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ക്ഷേമ പെൻഷനുകളും അതുപോലെ ഈ വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട ചില ഗ്രാൻറ്റുകളുമൊക്കെ തടഞ്ഞു വയ്ക്കുന്നു എന്നത് സംസ്ഥാനത്ത് ചർച്ചയാകും. ഇത് കേന്ദ്രം പണം നൽകാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ CPM ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ സർക്കാരിൻ്റെ പരാജയമായാണ് കോൺഗ്രസും BJPയും എടുത്തു കാണിക്കുന്നത്. കോൺഗ്രസിനെ ബാധിക്കുന്ന വലിയ പ്രശ്നം നേതാക്കൾ പാർട്ടി വിട്ടു പോകുന്നു എന്നതാണ്. CPM ഉന്നയിക്കുന്ന ആരോപണം ഈ കോൺഗ്രസിനെ വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, അവർ നാളെ BJP ആകും എന്നതാണ്. അത് പ്രതിരോധിക്കാനാണ് സത്യത്തിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് വിയർക്കുന്നത്. ഈ പത്മജ വേണുഗോപാലും അനിൽ ആൻ്റണിയുമൊക്കെ പാർട്ടി വിട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ചെറിയ തോതിലെങ്കിലും തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനു പുറകെയാണ് ഈ SDPI വിവാദം പൊങ്ങി വന്നത്. SDPIയുടെ പിന്തുണ വേണ്ട എന്ന് UDF പറഞ്ഞിട്ടുണ്ടെങ്കിലും NK പ്രേമചന്ദ്രനെ പോലുള്ള സ്ഥാനാർത്ഥികൾ അവരുടെ വോട്ട് തനിക്ക് എന്തായാലും വേണം എന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും ജനങ്ങളെ ബാധിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടല്ലോ. കാർഷിക മേഖലയും അതുപോലെ വന്യജീവി പ്രശ്നവും അതുപോലെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമെല്ലാം. ഇതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ചർച്ചയാകുന്നില്ലേ എന്നൊരു സംശയം ഒരിടത്ത് ഉയരുകയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന ചോദ്യം വലിയ തോതിൽ സംസ്ഥാനത്ത് ചർച്ചയാകുന്നുണ്ട്. ഈ സർക്കാരിന് അനുകൂലമായാണോ പ്രതികൂലമായാണോ ജനങ്ങളുടെ പൊതു നിലപാട് എന്നത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. സാധാരണ പലയിടങ്ങളിലും തുടർച്ചയായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ഭരണവിരുദ്ധ വികാരം പ്രകടമാകാറുണ്ട്. എന്നാൽ അങ്ങനെയില്ല എന്നതാണ് LDF ക്യാമ്പ് ശക്തമായും അടിവരയിട്ടും പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ UDF തരംഗം ഇത്തവണ ഉണ്ടാകില്ല എന്നും LDF ക്യാമ്പ് വ്യക്തമാക്കുന്നു. ഈ ദേശീയ തലത്തിൽ സർവേ നടത്തുന്ന പല സ്ഥാപനങ്ങളും കണ്ടെത്തുന്നത് ദക്ഷിണേന്ത്യയിൽ ഒരു ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഫലം ഉണ്ടാകും എന്നതാണ്. പക്ഷേ അത് സാധ്യതയില്ല എന്ന് BJPയും മറ്റ് കക്ഷികളും ആ നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ പൊതുപ്രതീക്ഷകളെ അനുകൂലിക്കുന്ന തരത്തിലായിരിക്കുമോ തെരഞ്ഞെടുപ്പ് ഫലം എന്ന ചർച്ച വരുമ്പോൾ അത് കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ള അനുഭവം നമുക്ക് മുന്നിൽ വരികയാണ്. പലപ്പോഴും അത് ഈ സർവേകളെയും ഒപ്പീനിയൻ പോളുകളെയും ഒക്കെ മറികടന്ന് മറ്റൊരു തരത്തിലേക്കാണ് ഈ ഫലങ്ങൾ വരുന്നത് എന്നതുകൊണ്ട് തന്നെ എല്ലാവരും ആശങ്കയിലാണ്. അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം. അതിൻ്റെ ഭാഗമായി തന്നെ പ്രചരണത്തിന് പ്രധാനമന്ത്രിയും മറ്റ് പ്രമുഖരുമൊക്കെ എത്തുന്നുണ്ട്. അമിത്ഷാ കേരളത്തിൽ പ്രചാരണത്തിനായി എത്തും. ഒപ്പം ഈ പ്രധാനമന്ത്രി വരുമ്പോൾ നമ്മുടെ കരുവന്നൂർ ഒരു വലിയ വിഷയമായി അദ്ദേഹം ഉയർത്തിയേക്കും എന്ന സൂചനയുണ്ട്. രാഹുൽ ഗാന്ധിയും തൻ്റെ പ്രചാരണ പരിപാടികൾക്കായി ഇനി ശക്തമായി കളത്തിലിറങ്ങും എന്നാണ് മനസ്സിലാകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പല നേതാക്കളെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ KPCC അധ്യക്ഷൻ K സുധാകരൻ. പാർട്ടിക്കകത്തും പുറത്തുനിന്നുമൊക്കെ വലിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമൊക്കെ ഉണ്ടാകുന്ന സുധാകരന് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത് വലിയ അനിവാര്യമാണ്. അതുപോലെ ശശി തരൂരിനും ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. അദ്ദേഹം കോൺഗ്രസിൽ പ്രസിഡൻ്റ് ആകാനൊക്കെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തയാളാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെങ്കിൽ അത് ഒരു തിരിച്ചടിയാകും. മറ്റൊരു പ്രധാന സ്ഥാനാർത്ഥി നമ്മുടെ KK ശൈലജ ടീച്ചറാണ്. ശൈലജ ടീച്ചർക്ക് കേരളത്തിൽ ഒരു താരപരിവേഷമുണ്ട് എന്നത് സത്യമാണ്. കോവിഡ് കാലത്ത് അവർ നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ അധികം ജനങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും KK ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് ഫലം എല്ലാവരും വലിയ കാര്യത്തോട് ഉറ്റുനോക്കുകയാണ്. ഷാഫി പറമ്പിൽ ഒരു മികച്ച എതിരാളിയാണ്. പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ളയാളാണ്. ഷാഫി പറമ്പിലിനോട് KK ശൈലജ ടീച്ചർ ഏറ്റുമുട്ടുമ്പോൾ അത് എങ്ങനെയാകും അതിൻ്റെ അന്തിമഫലം എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു. തോമസ് ഐസക്ക് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണെന്ന് രാഷ്ട്രീയമായി ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ ഭാവി കൂടി അടയാളപ്പെടുത്തുന്നതായിരിക്കും. കാരണം അദ്ദേഹം പാർലമെൻറ്റിലെത്തുമോ അതോ രാഷ്ട്രീയ വിസ്മൃതിയിലേക്ക് മറിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് മുന്നിൽ വയ്ക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഉപദേഷ്ടകനാണ് KC വേണുഗോപാൽ. KC വേണുഗോപാലിന്
ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു തിരിച്ചടിയാകും. കെ സി വേണുഗോപാലിനെ എന്ത് വില കൊടുത്തും പരാജയപ്പെടുത്തും എന്ന ഒരു നിലപാടിലാണ് അവിടെ LDF ക്യാമ്പ് എന്നതുകൂടി ഓർക്കണം. പക്ഷേ ആലപ്പുഴ കെ സി വേണുഗോപാലിന് അറിയാവുന്ന മണ്ണാണ്. അദ്ദേഹത്തിന് അവിടെ ജയം ഉറപ്പാക്കാൻ കഴിയും എന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷ. സുരേഷ് ഗോപിക്കും അതുപോലെ അനിൽ ആൻ്റണിക്കും ഒക്കെ BJP കേന്ദ്രത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. അവരുടെ മേൽ പാർട്ടി അത്രമാത്രം പ്രതീക്ഷ വെച്ചിരിക്കുന്നൊരു സാഹചര്യത്തിൽ ഫലം എങ്ങനെയാകും എന്നത് എല്ലാവരും കൗതുകത്തോടെ നോക്കുന്നതാണ്. കെ മുരളീധരൻ വടകര വിട്ടാണ് തൃശ്ശൂരിൽ എത്തിയത്. അതുകൊണ്ട് കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. മുരളീധരന് തൃശ്ശൂരല്ല വട്ടിയൂർക്കാവിലാണ് ശ്രദ്ധ എന്ന് പത്മജ വേണുഗോപാൽ എടുത്ത് പറയുന്നുണ്ടെങ്കിലും ഈ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് ഫൈറ്റർ എന്നൊരു പേര് അദ്ദേഹത്തിനുണ്ട്. അത് നിലനിർത്താൻ അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഒരു കാര്യം ഓർക്കേണ്ടത് 2019 9 പേരാണ് 1,00,000-ലധികം വോട്ടിന് ജയിച്ചത്. അത് 9 പേരും സ്വാഭാവികമായും UDF ക്യാമ്പിൽ നിന്നുള്ളവരാണ്. 2014 അങ്ങനെ ആകെ 3 പേർക്ക് മാത്രമേ ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് ഓർക്കുമ്പോഴാണ് 2019 ആ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നത്. ഈ ലീഗ് സ്ഥാനാർത്ഥികൾക്ക് എപ്പോഴും അവരുടെ മലപ്പുറത്തു നിന്നും പൊന്നാനിയിൽ നിന്നുമൊക്കെ നല്ല ലീഡ് കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ 2014 പാലക്കാട് നിന്ന് ജയിച്ച MP രാജേഷ് 1,00,000-ലധികം വോട്ടിനാണ് ജയിച്ചത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജേഷ് തോറ്റു. അവിടെ VK ശ്രീകണ്ഠനാണ് ജയിച്ചത്. VK ശ്രീകണ്ഠൻ്റെ വിജയം അപ്രതീക്ഷിതമായിരുന്നു എന്ന് എല്ലാവരും അന്ന് വിധി എഴുതിയതാണ്. പക്ഷേ ആ VK ശ്രീകണ്ഠനല്ല ഇപ്പോഴത്തെ VK ശ്രീകണ്ഠൻ. VK ശ്രീകണ്ഠൻ കൂടുതൽ കരുത്തനാണ്. ജനങ്ങളുടെ വിഷയത്തിൽ ശക്തമായി ഇടപെടൽ നടത്തിയിട്ടുള്ള ആളാണ്. പാലക്കാട് മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എത്താത്ത ഇടങ്ങളില്ല. വരാനിരിക്കുന്നൊരു തെരഞ്ഞെടുപ്പിൽ തനിക്ക് ശക്തനായ ഒരു എതിരാളിയെ നേരിടേണ്ടി വരും എന്ന തിരിച്ചറിവോടുകൂടി തന്നെയാണ് കഴിഞ്ഞ 5 വർഷവും VK ശ്രീകണ്ഠൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് അല്ലെങ്കിൽ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ട മുന്നൊരുക്കങ്ങൾ അദ്ദേഹം നേരത്തെ നടത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വിജയരാഘവനും അവിടെ എത്തുന്നതോടുകൂടി അവിടെ ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം ശക്തമായി. അങ്ങനെ വിജയരാഘവൻ നേരത്തെ പാലക്കാട് നിന്ന് ജയിച്ചിട്ടുള്ളയാളാണ്, തോറ്റിട്ടുള്ളയാളാണ്. അപ്പോൾ വിജയരാഘവനെ ഒന്നുകൂടി ജയിപ്പിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അവിടുത്തെ പാർട്ടി നേതാക്കൾക്ക് മുകളിൽ വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജേഷിനെ പാർട്ടിക്കകത്തു നിന്നുള്ളവർ തന്നെയാണ് തോൽപ്പിച്ചത് എന്ന് ശക്തമായ ആരോപണം ഉണ്ടായിരുന്നു. ആ വിഭാഗീയ പ്രശ്നങ്ങൾ അമർച്ച ചെയ്യാൻ MV ഗോവിന്ദൻ മാഷ് മുൻകൈയെടുത്ത് രംഗത്തിറങ്ങിയതുമാണ്. അപ്പോൾ വിജയരാഘവനെ നിർത്തിയാൽ അങ്ങനെ ഇനി ഉൾപ്പോരുണ്ടാകില്ല എന്ന കണക്കുകൂട്ടലാണ് അവിടെ CPM-ന് ഇത്തവണ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നേതാവ് ജയിക്കണം എന്നത് ഒരു വാശിയായി അവരെടുത്തിരിക്കുന്നു. പക്ഷേ ശ്രീകണ്ഠൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ജോസ് കെ മാണിയും അഹമ്മദുമൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുള്ള ആളുകളാണ് 2014. ഈ 2019 വിജയം വീണ്ടും ആവർത്തിക്കാൻ കഴിയുമോ എന്ന വലിയ ആത്മവിശ്വാസം UDF-ന് ഉണ്ടെങ്കിലും അത് അതിജീവിക്കണമെങ്കിൽ ഇടത് ചേരിക്ക് 1,00,000-ലധികം വോട്ടുകൾ 9 കേന്ദ്രങ്ങളിൽ അധികം പിടിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ രാഹുൽ ഗാന്ധി 4,31,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടിയാണ് കഴിഞ്ഞ തവണ വയനാട്ടിൽ നിന്ന് ജയിച്ചത്. PK കുഞ്ഞാലിക്കുട്ടിക്കും മോശമല്ല എന്നല്ല 2,60,60,000-ലധികം വോട്ടിൻ്റെ ലീഡ് കിട്ടി. പൊന്നാനിയിൽ 2 ലക്ഷം എത്തിയില്ലെങ്കിലും ഏതാണ്ട് അതിനടുത്ത് ലീഡ് നേടാൻ പിന്നെ ET മുഹമ്മദ് ബഷീറിനും കഴിഞ്ഞിരുന്നു. പിന്നെ CPM-ൻ്റെ ഉരുക്കുകോട്ടയായിരുന്നു ആലത്തൂർ. ആലത്തൂരിലാണ് 1,58,000 വോട്ടുകൾക്ക് രമ്യ ഹരിദാസ് കഴിഞ്ഞ തവണ ജയിച്ചു കയറിയത്. അത് CPM-ന് അപ്രതീക്ഷിതമായി ഏറ്റ ഒരു ആഘാതമായിരുന്നു എന്ന് സംശയമില്ല. ആലത്തൂർ തങ്ങളുടെ മണ്ഡലമാണ് എന്ന് ഉറച്ച വിശ്വാസത്തിലായിരുന്നു CPM 2019 തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷം വരെ. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അത് തലക്കേറ്റ അടിയായിപ്പോയി. ഇത്തവണ അവിടെ എന്ത് വില കൊടുത്തും ജയിക്കണം എന്നത് ഒരു കണക്കുകൂട്ടലായി CPM മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആലത്തൂർ CPM-ന് ഒരു അഭിമാന പോരാട്ടമാണ്. മറ്റ് ഒരു മണ്ഡലം CPM-ന് തിരിച്ചടി നേരിട്ടത് ഈ ചാലക്കുടിയിലാണ്. ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ 1,38,000 വോട്ടുകൾക്കാണ് ജയിച്ചത്. ചാലക്കുടിയിൽ തങ്ങളൊരു ശക്തിയായി കഴിഞ്ഞു എന്നായിരുന്നു CPM-ൻ്റെ കണക്ക്. എന്നാൽ ബെന്നി ബെഹനാൻ ആ പ്രതീക്ഷകളെ അപ്രസക്തമാക്കി. അപ്പോൾ ചാലക്കുടിയും
CPMന് കൈവിടേണ്ടി വന്നു. ഇതൊക്കെ ഇനി തിരിച്ചു പിടിക്കുക എന്ന വലിയ ദൗത്യമാണ് CPMന് മുന്നിൽ ഉള്ളത്. അതുപോലെ ആറ്റിങ്ങലിലും CPMന് വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. നമ്മുടെ കനലൂർ തരിയായ ആരിഫ് കഴിഞ്ഞ വർഷം ഏറ്റവും കുറവ് ലീഡിനാണ് ജയിച്ചു കയറിയത്. കഴിഞ്ഞ വർഷം ജയിച്ചു എന്നത് തന്നെ വലിയൊരു ഭാഗ്യമായാണ് കണക്കാക്കേണ്ടത്. കാരണം അത്തരത്തിലുള്ള ഒരു തരംഗമാണ് UDFന് അനുകൂലമായി സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. കാരണം ജയിച്ച 9 സ്ഥാനാർത്ഥികൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 1,00,000-ലധികം വോട്ടിന് ജയിച്ചവരാണ്. ഈ കെ സുധാകരനും ശശി തരൂരുമൊക്കെ ജയിച്ചത് 1,00,000 വോട്ട് എത്തിയില്ലെങ്കിലും ഏതാണ്ട് അതിനടുത്ത് എത്തി. അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ 10-11ഓളം സ്ഥാനാർത്ഥികൾ ഏതാണ്ട് 1,00,000 വോട്ടിൻ്റെ മാർജിനുള്ളവരാണ് എന്ന് വ്യക്തം. അപ്പോൾ ഈ LDFനെ സംബന്ധിച്ചിടത്തോളം അതുകൂടി കവർ ചെയ്ത് വേണം കൂടുതൽ ലീഡുണ്ടാക്കാൻ. എന്നാൽ ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ എന്തൊക്കെ സംഭവിക്കും എന്നത് പ്രവചിക്കാനാകില്ല. കൺവെൻഷണലായി വോട്ട് ചെയ്യുന്ന രീതിയൊക്കെ കേരളം എന്നേ കൈവിട്ടിരിക്കുന്നു. താൽക്കാലികമായ തരംഗവും അതുപോലെ തന്നെ മറ്റ് പല പ്രധാന വിഷയങ്ങളും ഒക്കെ വോട്ടർമാരെ സ്വാധീനിക്കാം. അത് എങ്ങനെയെന്ന് നമുക്ക് ഉറ്റുനോക്കേണ്ടിയിരിക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പിന് അധിക ദിവസമില്ല. ആ ചോദ്യം അങ്ങനെ ഉയരുകയാണ്. കേരളം ആർക്ക് വോട്ട് ചെയ്യും?